അസുഖബാധിതയായതിനെ തുടർന്ന് മാസങ്ങളായി ചികിത്സയിലായിരുന്നു ഹൃദയകുമാരി. ശസ്ത്രക്രിയയ്ക്ക് ശേഷമുണ്ടായ അണുബാധ ഗുരുതരമായതിനെ തുടർന്നായിരുന്നു അന്ത്യം. നന്ദാവനത്തെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. മികച്ച അധ്യാപിക, വിദ്യാഭ്യാസ വിദഗ്ധ, എഴുത്തുകാരി എന്നീ നിലകളിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചവരായിരുന്നു ബി ഹൃദയകുമാരി. 1930 പ്രശസ്ത കവി ബോധേശ്വരന്റെ മകളായി ആറന്മുളയിൽ ജനനം. ഇംഗ്ലീഷിൽ ബിരുദാനന്തര ബിരുദം നേടിയ അവർ അധ്യാപനം തന്റെ പ്രവർത്തനമണ്ഡലമായി തെരഞ്ഞെടുത്തു. 36 വർഷത്തെ അധ്യാപന കാലയളവിൽ 23 വർഷം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലായിരുന്നു. മഹാരാജാസ് കോളേജ്, തലശ്ശേരി ബ്രണ്ണൻ കോളേജ്, പാലക്കാട് വിക്ടോറിയ കോളേജ് എന്നിവിടങ്ങളിലും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ഗവൺമെന്റ് വിമൻസ് കോളേജിലെ പ്രിൻസിപ്പലായാണ് വിരമിച്ചത്. പിന്നീടും വിദ്യാഭ്യാസ രംഗത്തെ സജീവ സാന്നിധ്യം. കരിക്കുലം കമ്മിറ്റി അംഗം, ഉന്നത വിദ്യാഭ്യാസ പരിഷ്കരണ സമിതി അധ്യക്ഷ എന്നീ നിലയിലും പ്രവർത്തിച്ചിട്ടുണ്ട്. എണ്ണപ്പെട്ട കൃതികളുടെ കർത്താവായ ഹൃദയകുമാരിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ്, പ്രൊഫസർ എസ് ഗുപ്തൻ നായർ പുരസ്കാരം, റഷ്യൻ സാഹിത്യ പുരസ്കാരം തുടങ്ങിയ അംഗീകാരങ്ങളും ലഭിച്ചിരുന്നു. മികച്ച വാഗ്മിയുമായിരുന്നു. പ്രശസ്ത സാഹിത്യകാരായ സുഗതകുമാരി, സുജാതകുമാരി എന്നിവർ സഹോദരിമാരാണ്. ശിവശങ്കരപിള്ളയായിരുന്നു ഭർത്താവ്. ഏകമകൾ ശ്രീദേവി പിള്ള മനോരമ ന്യൂസിൽ പ്രിൻസിപ്പൽ കറസ്പോണ്ടന്റാണ്. മീഡിയ 1 തിരുവനന്തപുരം.